അത്യാവശ്യം ആൾക്കാർ എഴുതുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് ടോപ്പ് റാങ്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ നന്നായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഡെപ്തില് കുറച്ച് അത്യാവശ്യം സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ്, ഈ തന്നിരിക്കുന്ന ഏത് ഓർഗനിലാണ് അല്ലെ നോക്കിയാൽ ഇപ്പൊ നമുക്ക് കൊറോയിഡ് ലാറ്റർ തന്നല്ലോ, അതുപോലെ വേറൊരു ഡിസ്ട്രാക്ടർ ആയിട്ട് വരുന്നതാണ് എപ്പോഴും മിഡിൽ സെറിബ്രൽ ലാറ്റർ കേട്ടോ. അപ്പൊ ഞാനൊക്കെ പഠിച്ചു വെച്ചത് സബ്ജക്റ്റീവ്ലി നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്ട്രസിങ് ഇവന്റ്സ് ബ്ലോക്ക് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, യെസ് അതിന് നമ്മൾ സപ്രഷൻ അല്ലെ, സപ്രഷൻ എന്നാണ് പറയുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജീസ് അക്കാഡമി. അപ്പൊ നമ്മുടെ DHS സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ അല്ലെ, സോ DHS സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യം താമസമില്ലാതെ തന്നെ പ്രതീക്ഷിക്കാം. സോ എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മുടെ PSCയുടെ രീതി അനുസരിച്ചിട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 5 months അല്ലെങ്കിൽ 6 months അല്ലെ, 5 മുതൽ 6 5 to 6 months യൂഷ്വലി എക്സാംസ് നടക്കാറുണ്ട്. സോ അപ്പോൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, നമ്മൾ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നല്ല റാങ്ക് നമുക്ക് നേടാൻ കഴിയണം എന്നില്ല അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് കേട്ടോ വൈകാതെ നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം DHS പോലുള്ള എക്സാം നമുക്കറിയാം, കഴിഞ്ഞ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ നമ്മൾ കണ്ടു, അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും, അത്യാവശ്യം ആൾക്കാർ എഴുതുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് ടോപ്പ് റാങ്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ നന്നായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയമുണ്ട്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഇനി അധികം വൈകിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക കേട്ടോ. പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ, അതായത് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നമുക്ക് അറിയാം അല്ലെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും, ഡെപ്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. രണ്ടാമത് നമ്മൾ റിവൈസ് ചെയ്യുക. കാരണം റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോകും അല്ലെ. സോ അതുകൊണ്ട് തന്നെ പീരിയോഡിക് ആയിട്ട് റിവൈസ് ചെയ്യുക, പിന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. സോ ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത് ഇതിന് മുന്നേ ഉള്ള എക്സാംസിനൊക്കെ എങ്ങനെ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക, അപ്പൊ നമ്മളത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. സോ ആ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുക. സോ നമുക്ക് കഴിഞ്ഞ DHS എക്സാമിനേഷൻ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following organ has both skeletal and smooth muscles in its muscularis externa? കേട്ടോ നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഡെപ്തില് കുറച്ച് അത്യാവശ്യം സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ്, ഈ തന്നിരിക്കുന്ന ഏത് ഓർഗനിലാണ് അല്ലെ നോക്കിയേ, പറഞ്ഞിരിക്കുന്ന ഏത് ഓർഗനിലാണ് 2 തരത്തിലുള്ള, അതായത് സ്കെലിറ്റൽ മസിൽസ് അതുപോലെ തന്നെ സ്മൂത്ത് മസിൽസ് എവിടെയാണ്, അതിന്റെ മസ്കുലാരിസ് എക്സ്റ്റേണൽ അല്ലെ, മസ്കുലാരിസ് എക്സ്റ്റേണൽ സ്മൂത്ത് മസിൽസ് സ്കെലിറ്റൽ മസിൽസ് വരുന്ന ഓർഗൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നോക്കിയേ, ഓപ്ഷൻ എ ജെജുനം, ബി ഈസോഫേഗസ്, C stomach and D duodenum അല്ലെ. അപ്പൊ ഇതില് ഏതാണ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? രണ്ടും, അതായത് ഈ സ്കെലറ്റലും സ്മൂത്ത് മസിൽസും വരുന്ന ഓർഗൻ ഏതാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ബി അല്ലെ, ഈസോഫേഗസ് ആണ് കേട്ടോ. ഈസോഫേഗസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഈസോഫേഗസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നോക്കിയേ, നമുക്ക് എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നോക്കാവേ. സോ ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്ന പോലെ നോക്കിയേ, ഇതിപ്പോ നമ്മുടെ ഈസോഫേഗസ് അല്ലെങ്കിൽ നമ്മുടെ ഈസോഫേഗസ് ആണ്. അപ്പൊ അവിടെ നോക്കിയേ സ്ട്രയേറ്റഡ് മസിൽസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്മൂത്ത് മസിൽസ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് ഏരിയയിൽ കേട്ടോ, കുറച്ച് ഏരിയയിൽ സ്ട്രയേറ്റഡ് അതുകൂടാതെ സ്മൂത്ത് മസിൽസ് രണ്ടും ഓവർലാപ്പ് ചെയ്തും വരുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ഇമേജ് കാണിക്കാൻ കാരണം ഈ 2 ടൈപ്പ് മസിൽസ് നമ്മുടെ ഈസോഫേഗസിൽ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നോക്കി, നമ്മുടെ ഈസോഫേഗസിലെ ഒരു മസ്കുലാർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ, ഈസോഫേഗസിലെ മസ്കുലാർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ അപ്പർ 1/3 എന്ന് പറയുമ്പോൾ അത് സ്കെൽറ്റൽ മസിൽ ആണ് കേട്ടോ. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് ലോവർ 1/3 എന്ന് പറഞ്ഞാൽ അത് പക്ക സ്മൂത്ത് മസിൽ ആണ് കേട്ടോ. നോക്കിയാൽ അപ്പർ 1/3 സ്കെൽറ്റൽ മസിൽ ആണ്, ലോവർ 1/3 സ്മൂത്ത് മസിൽ ആണ്. അപ്പൊ അതിന്റെ മിഡിൽ 1/3 അല്ലെ, നോക്കിയാൽ മിഡിൽ 1/3 ഇത് രണ്ടും വരുന്നുണ്ട്, അതായത് മിക്സ്ഡ് ആണ് സ്കെലിറ്റൽ ആസ് വെൽ ആസ് സ്മൂത്ത് മസിൽ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈസോഫേഗസിലെ ഒരു മസ്കുലാർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയം ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ്, നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് നോക്കിയാൽ ജെജുനം അവിടെ സ്മൂത്ത് മസിൽ മാത്രമാണ് വരിക, സ്റ്റൊമക്കിലാണെങ്കിലോ അഗെയിൻ അവിടെ സ്മൂത്ത് മസിൽ മാത്രമാണ് വരിക, അതുപോലെ തന്നെ ഡിയോഡിനം അല്ലെ, ഡിയോഡിനത്തിലും സ്മൂത്ത് മസിൽ മാത്രമാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർക്കുക, ഇത് റിലേറ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇത് എപ്പോഴും കേട്ടോ മിക്കവാറും ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ അല്ലെ. അതില് CNS നോക്കിയേ, ഈ പറയുന്ന സെറീബ്രൽ ആർട്ടീരിയൽ സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ സർക്കിൾ ഓഫ് വില്ലിസ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിലെ ബ്ലഡ് സർക്കുലേഷൻ അതിന് നമ്മൾ സർക്കിൾ ഓഫ് വില്ലിസ് എന്ന് പറയാറുണ്ട്. ഇസ് കമ്പോസ്ഡ് ഓഫ്
ഓൾ ഓഫ് ദ ലിസ്റ്റഡ് ആർട്ടറീസ് എക്സെപ്റ്റ്, അതായത് നോക്കിയേ സർക്കിൾ ഓഫ് വില്ലീസിൽ വരുന്ന ആർട്ടറീസ് ഏത് ആണ്, മീൻസ് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് സർക്കിൾ ഓഫ് വില്ലീസിൽ വരാത്തത് കേട്ടോ. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ PSC കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, എക്സെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം അതിൽ വരാത്ത ഏത് ആർട്ടറി എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ ഓപ്ഷൻ ഈസ് ബേസിലർ ആർട്ടറി, B is internal carotid artery, C is anterior cerebral artery, D is choroidal artery. ഏതാണ് ഈ പറയുന്ന നമ്മുടെ സർക്കിൾ ഓഫ് വില്ലീസിൽ വരാത്ത ആർട്ടറി ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി കോറോയിഡൽ ആർട്ടറി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ഇത് പഠിക്കണമെങ്കിൽ, കാരണം ഇതുപോലെ ഇനി വേറെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അപ്പൊ നോക്കിയാൽ നമുക്ക് ഈ പറയുന്ന സർക്കിൾ ഓഫ് വില്ലീസിൽ വരുന്ന ആർട്ടറീസിന്റെ പേര് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്, ഇതെപ്പോഴും ചോദിക്കുന്നതാണ്, പല രീതിയിൽ നമ്മളെ ട്വിസ്റ്റ് ചെയ്യിച്ച് ചോദിക്കുന്ന രീതിയാണ് കേട്ടോ. അപ്പൊ നോക്കിയേ ഇവിടെ വരുന്ന നമ്മുടെ സർക്കിൾ ഓഫ് വില്ലീസിൽ വരുന്ന ആർട്ടറീസ് ഒന്ന് നോക്കിയേ, ആന്റീരിയർ സെറിബ്രൽ ആർട്ടറി, നോക്കിയേ ആന്റീരിയർ സെറിബ്രൽ ആർട്ടറി. അപ്പൊ നോക്കിയേ ആന്റീരിയർ സെറിബ്രൽ ആർട്ടറി രണ്ടെണ്ണം അല്ലേ, ഒന്നും രണ്ട് അല്ലെ, രണ്ട് ആന്റീരിയർ സെറിബ്രൽ ആർട്ടറി വരുന്നുണ്ട്. പിന്നെ ഇതിനെ രണ്ടിനെയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്ന ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി അല്ലെ. നോക്കിയേ ഇത് ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ആണ്. അപ്പം ആന്റീരിയർ സെറിബ്രൽ ആർട്ടറി അത് രണ്ട് സൈഡിലോട്ട് അല്ലെ, രണ്ട് സൈഡിലുള്ള ആന്റീരിയർ സെറിബ്രൽ ആർട്ടറിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്ന ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് നോക്കിയാൽ നമ്മുടെ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി അല്ലെ, നോക്കിയാൽ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി രണ്ട് സൈഡിലും വരുന്നുണ്ടോ അല്ലെ, ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി കേട്ടോ. നോക്കിയാൽ അതായത് ഇതിന് പോസ്റ്റീരിയർ ആർട്ടറിലേക്ക് കേട്ടോ, ഇത് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി ആണ്, ഇത് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി ആണ്. അപ്പൊ ഈ പറയുന്ന ആന്റീരിയർ സെറിബ്രൽ ആർട്ടറിയെ പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്ന ഇതാണ് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി വരുന്നത്. അപ്പം ഇത്രയും കൂടെ ചേർന്നിട്ട് വരുന്ന ആർട്ടറീസ് ആണ് ഇതാ സർക്കിൾ ഓഫ് വില്ലീസ് ഫോം ചെയ്യുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ പിന്നെ സാധാരണ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റൻ ആണ്, ഇപ്പൊ നമുക്ക് കൊറോയിഡൽ ആർട്ടറി തന്നല്ലോ, അതുപോലെ വേറൊരു ഡിസ്ട്രാക്ടർ ആയിട്ട് വരുന്നതാണ് എപ്പോഴും മിഡിൽ സെറിബ്രൽ ആർട്ടറി കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകെ, മിഡിൽ സെറിബ്രൽ ആർട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ബ്രെയിന്റെ പാർട്ടാണ്. അപ്പൊ അത് ഒബ്വിയസ്ലി സർക്കിൾ ഓഫ് വില്ലീസിൽ വരും എന്നുള്ള ധാരണയൊക്കെ ഉണ്ടാകും, ഇല്ല, അത് തെറ്റാണ് കേട്ടോ. ഈ മിഡിൽ സെറിബ്രൽ ആർട്ടറി എന്ന് പറയുന്നതും സർക്കിൾ ഓഫ് വില്ലീസിന്റെ പാർട്ട് അല്ല എന്ന് നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നോക്കിയേ which among the following is a viral foodborne infection അല്ലെ. നോക്കിയേ ഈ തന്നിരിക്കുന്നതിൽ ഏത് ഡിസീസ് ആണ് വൈറൽ ഫുഡ്ബോൺ ഇൻഫെക്ഷനിൽ വരുന്നത്? ഓപ്ഷൻ എ നോക്കിയേ ടൈഫോയിഡ്, B is salmonellosis, C is gastroenteritis and option D is amoebiasis അല്ലെ. അപ്പൊ ഇതിലേതാണ് വൈറൽ ഫുഡ്ബോൺ ഡിസീസ് ആയിട്ട് വരിക? യെസ്, അതില് നമ്മുടെ gastroenteritis ആണ് വൈറൽ ഫുഡ്ബോൺ ഡിസീസ് ആയിട്ട് വരിക. നോക്കിയോ, അപ്പൊ ഈ gastroenteritis എന്തുകൊണ്ടാണ് ഫോം ചെയ്യുക നോക്കിയാൽ, ദാറ്റ് ഇസ് നോറോ വൈറസ് ഉണ്ട്, പിന്നെ റോട്ടാ വൈറസ് ഉണ്ട്, കൂടാതെ ആസ്ട്രോ വൈറസ് അല്ലെങ്കിൽ അഡിനോ വൈറസ് അല്ലെ. സോ ഇതൊക്കെ കാരണം, ഈ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ കാരണം നമുക്ക് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ഉണ്ടാകാറുണ്ട്. സോ ദീസ് വൈറസ് സ്പ്രെഡ് ത്രൂ അല്ലെ, ഈ വൈറസസ് ഒക്കെ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുക? ഒന്ന് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, പിന്നെ പൂർ ഹൈജീൻ, അതുകൂടാതെ ഇൻഫെക്റ്റഡ് ഫുഡ് ഹാൻഡ്ലേഴ്സ് അല്ലെ, ഇതുവഴിയൊക്കെയാണ് യൂഷ്വലി ഇൻഫെക്ഷൻ നമുക്ക് എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്തു വരിക. അപ്പൊ നോക്കിയാൽ ടൈഫോയിഡ് അല്ലെ, ടൈഫോയിഡ് നമുക്കറിയാം എന്താ, കോസ് ബൈ സാൽമോണല്ല ടൈഫി ആണ്, ഒരു ബാക്ടീരിയ ആണ്. പിന്നെ സാൽമണലോസിസ് അല്ലെ, എന്താണ് സാൽമണല സ്പീഷീസിൽ വരുന്ന ബാക്ടീരിയ കാരണമാണ് സാൽമണലോസിസ് ഉണ്ടാകുക. പിന്നെ അമീബിയാസിസ് എന്താണ്, വിച്ച് ഇസ് കോസ്ഡ് ബൈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അല്ലെ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അതൊരു പ്രോട്ടോസോൻ പാരസൈറ്റ് ആണ്. അപ്പം ഇതുകൂടെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് ഇരിക്കുക. നെക്സ്റ്റ് നോക്കിയാൽ the defense mechanism of voluntary blocking the distressing thoughts or feelings from one's awareness കേട്ടോ. അതായത് നോക്കി ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് നമ്മുടെ സൈക്കാട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, അതിൽ ഡിഫൻസ് മെക്കാനിസം അല്ലെ, അതിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും കേട്ടോ. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും എടുത്ത് നോക്കിയോളൂ, ഈ ഡിഫൻസ് മെക്കാനിസം ടച്ച് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. പല തരത്തിലായിരിക്കും കേട്ടോ, പല തരത്തിലും പല ഭാവത്തിലുമായിരിക്കും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നോക്കിയാൽ ഡിഫൻസ് മെക്കാനിസം എന്താണ്, വോളണ്ടറി ബ്ലോക്കിംഗ് ഡിസ്ട്രസിംഗ് തോട്ട്സ് അല്ലെ, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഡിസ്ട്രസിംഗ് തോട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. ഓർ ഫീലിംഗ് ഫ്രം വൺസ് അവയർനെസ്, നമുക്ക് സ്വന്തമായിട്ട് അല്ലെ നമ്മുടെ അവയർനെസ്സിൽ നിന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഈ തോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. അത് എന്ത് ഡിഫൻസ് മെക്കാനിസം എന്നാ ചോദിച്ചേക്കുന്നത്? ഓക്കെ, ഓപ്ഷൻ ഈസ് റിപ്രഷൻ, ബി ഈസ് റിഗ്രഷൻ, സി ഈസ് സബ്ലിമേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് സപ്രഷൻ. ഏതാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ലെ, നമ്മൾ എന്താ ഞാനൊക്കെ പഠിച്ചു വെച്ചത് സബ്ജക്റ്റീവ്ലി, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്ട്രസിങ് ഇവന്റ്സ് ബ്ലോക്ക് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? യെസ്, അതിന് നമ്മൾ സപ്രഷൻ അല്ലെ, സപ്രഷൻ എന്നാണ് പറയുക. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം അല്ലെ. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്രഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇവിടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അല്ലെ, വോളണ്ടറി ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇൻവോളണ്ടറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ
തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് വരാണ്ടിരിക്കുന്നതിന് നമ്മൾ റിപ്രഷൻ എന്ന് പറയും അല്ലേ. അതായത് നോക്കിയേ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എക്സാം മേ ബി ഒരു 8-9 അല്ലെങ്കിൽ മേ ബി ഒരു 10 മാസം കഴിയുമ്പോഴത്തേക്ക് എക്സാം ഉണ്ടാകാം അല്ലെ. സോ നമുക്ക് അതൊരു സ്ട്രെസ് തരുന്ന ഒരു ഇൻസിഡന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താ അറിഞ്ഞുകൊണ്ട് തന്നെ എക്സാം ഇല്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ എന്താ എക്സാം വരുന്ന കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അത് സപ്രഷൻ. ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് നമ്മൾ അറിയാണ്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ, അതായത് എക്സാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അപ്പൊ എക്സാം 10 മാസം കഴിഞ്ഞിട്ടുണ്ടാകും, അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ നമ്മൾ പോലും അറിയാതെ ആ ചിന്തയെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നു, അതിനെ സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്രഷൻ. നമ്മൾ അറിയാതെ, നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യുന്നതിന് സപ്രഷൻ എന്ന് പറയും, നമ്മൾ അറിയാതെ ചെയ്യുന്നതിന് റിപ്രഷൻ എന്ന് പറയും. പിന്നെ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമുക്ക് സ്ട്രെസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലേക്ക് പോകും അല്ലെ. അതായത് മേ ബി ബെഡ് വെറ്റിങ് അല്ലെങ്കിൽ പിന്നെ ക്രൈയിങ്, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് നമ്മൾ റിഗ്രഷൻ എന്ന് പറയും. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി മോശമായിട്ടൊരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം സോഷ്യലി അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാര്യം നമ്മൾ അക്സെപ്റ്റബിൾ ആയിട്ട് മാറ്റുന്നു, അതിനെ നമ്മൾ എന്ത് പറയുന്നു, സബ്ലിമേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി സപ്രഷൻ എന്നാണ് വരിക കേട്ടോ. അപ്പൊ നോക്കിയാൽ സപ്രഷൻ എന്ന് പറയുമ്പോൾ വോളണ്ടറി ഓർ കോൺഷ്യസ് ഡിഫൻസ് മെക്കാനിസം ആണ്. ദ പേഴ്സൺ ഇന്റൻഷനലി pushes away distressing thoughts or feelings from awareness for a period of time. Example, choosing not to think about an upcoming exam failure while attending an important event കേട്ടോ. അത് സപ്രഷൻ ആണ്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസിൽ റിപ്രഷൻ അത് അൺകോൺഷ്യസ് ആണ്. ഇൻവോളണ്ടറി ബ്ലോക്കിംഗ് ഓഫ് പെയിൻഫുൾ തോട്ട്സ് ആണ്. റിഗ്രഷൻ റിട്ടേണിംഗ് ടു ബിഹേവിയേഴ്സ് ഓഫ് ആൻ ഏർലിയർ ഡെവലപ്മെന്റൽ സ്റ്റേജ് അല്ലെ, നമ്മൾ ചൈൽഡ്ഹുഡ് ആ ഒരു സ്റ്റേജിലേക്ക് തിരികെ പോകുന്നു. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ ചാനലിംഗ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഇൻടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ടിവിറ്റീസിനാണ് നമ്മൾ എന്ത് പറയുക, സബ്ലിമേഷൻ എന്ന് പറയും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ വരുന്ന DHS എക്സാം നല്ല റാങ്കോട് കൂടി പാസ്സാകാനായിട്ട് കഴിയും കേട്ടോ. അപ്പം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.